പ്രിയ ദൈവജനമേ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഇന്നത്തെ വിചിന്തനം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തീയ ജീവിതത്തിലെ വെല്ലുവിളികളെയും പീഡനങ്ങളെയും കുറിച്ചാണ്. ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ നിങ്ങളെ തങ്ങളുടെ സിനഗോഗുകളിൽ ചമ്മട്ടിക്കടിക്കും. സുവിശേഷം പ്രസംഗിക്കുന്നതിൻ്റെ ഫലമായി നാം വെറുക്കപ്പെടുകയും ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുമെന്ന് കർത്താവ് മുന്നേ കൂട്ടി വ്യക്തമാക്കിയിട്ടുണ്ട്. സഹോദരൻ സഹോദരനെയും പിതാവ് മകനെയും മരണത്തിനേൽപ്പിക്കും. മക്കൾ മാതാപിതാക്കൾക്കെതിരെ തിരിയും. ദൈവനാമം നിമിത്തം സകലരാലും നാം ദ്വേഷിക്കപ്പെടും. ഈ കഠിനമായ വാക്കുകൾ നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് വരാനിരിക്കുന്ന പരീക്ഷണങ്ങളെക്കുറിച്ച് ഒരുക്കമുള്ളവരായി ഇരിക്കാനാണ്. ഈ പീഡനങ്ങൾക്കിടയിൽ നമുക്ക് ലഭിക്കുന്ന വലിയ വാഗ്ദാനം ഇതാണ്: നിങ്ങൾ എങ്ങനെ സംസാരിക്കണമെന്നോ എന്താണ് പറയേണ്ടതെന്നോ കുറിച്ച് ആലോചിക്കുകയോ ആകുലപ്പെടുകയോ വേണ്ട. എന്നാൽ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് നിങ്ങളിലൂടെ സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ഉറപ്പാണ്. ഈശോയുടെ ഈ വാക്കുകൾ, പ്രിയ ദൈവജനമേ, നമുക്ക് വലിയ പാഠങ്ങൾ നൽകുന്നു. ക്രിസ്തുവിനെ അനുഗമിക്കുക എന്നത് അത്ര എളുപ്പമുള്ള വഴിയല്ല. കുരിശിൻ്റെ വഴിയാണ്, സഹനത്തിൻ്റെ പാതയാണ്. എന്നാൽ ഈ സഹനങ്ങളിൽ നാം തളർന്നു പോകരുത്. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന വാക്കുകൾ നമുക്ക് പ്രത്യാശ നൽകുന്നു. അതിനാൽ നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ 2-ാം വരവ് അടുത്തിരിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് വിശ്വാസ തീക്ഷ്ണതയോടെ ജീവിക്കാം. ലോകത്തിൻ്റെ തിന്മകൾ വർദ്ധിച്ചു വരുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡനങ്ങളും ഈ സാഹചര്യത്തിൽ നാം ഭീരുക്കളാകരുത്. മാനസാന്തരപ്പെട്ട വിശ്വാസത്തിൽ നമുക്ക് ശക്തി പ്രാപിക്കാം. പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ തളരാതെ അവസാനം വരെ വിശ്വസ്തയോടെ സഹിച്ചു നിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കർത്താവിന് വേണ്ടി സഹിക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് തീർച്ചയായും കാരണമാകും. ധൈര്യത്തോടെ അവിടുത്തെ സാക്ഷികളാകാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തരാക്കട്ടെ. ആമേൻ.